unit name is first 12th unit. Its name is Consumer Culture and Leisure. Objectives of this study is, after studying this unit, you will be able to explain the nature and scope of urban sociology. After that, cultural politics involved in understanding cities. Then discuss the urban studies in this field, and at last discuss the concept of leisure as a form of consumption. This is the last block of this course, that is urban sociology എന്നുള്ള കോഴ്സിലെ ലാസ്റ്റ് ബ്ലോക്കാണ്. അതിൽ in considering the cultural points of urban spaces, we must confront what is at the very core of our conception of the urban itself. But in order to make the journey, we need to arrive at a notion, cultural politics. In considering the cultural politics of urban spaceലെ cultural politics മനസ്സിലാക്കാൻ നേരത്ത് we must confront what is at the very core of our conception of the urban itself. അർബൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൻ്റെ തന്നെ സെൻറ്ററിലുള്ള കാര്യങ്ങൾ എന്താണെന്നും, ബട്ട് ഇൻ ഓർഡർ ടു മേക്ക് ദ ജേർണി, നമ്മളുടെ ജേർണി കൂടുതൽ സുഗമമാക്കുമ്പോൾ വി നീഡ് ടു അറൈവ് അറ്റ് എ നോഷൻ, നമ്മളൊരു ഐഡിയയിൽ വന്നെത്തും. അതാണ് കൾച്ചറൽ പൊളിറ്റിക്സ് എന്നുള്ളത്. അർബൻ സൊസൈറ്റീനെ മനസ്സിലാക്കാൻ നേരത്ത് അവിടുത്തെ കൾച്ചറൽ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ റീസൺസ് ഫോർ ദിസ് വിൽ ബിക്കം ക്ലിയറർ ആസ് വി പ്രൊസീഡ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കൾച്ചറൽ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നത് അർബൻ സൊസൈറ്റീനെ സ്പേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്നുള്ളതിൻ്റെ കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകും. വൈൽ ട്രഡീഷണലി ദ ഫോക്കസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഹാസ് ഓൾവേസ് ബീൻ ദ relation between the state and society. But traditionally, the focus of political sociology, traditional focus of political sociology has always been the relation between state and society. State സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഈ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്തിരുന്നത്. The cultural turn in sociology has fitted politics as a potential inherent within every aspect of social life. The politics become the site for the contention of relation of power. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പവറിൻ്റെ ഊർജവ സ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി കൾച്ചറൽ പൊളിറ്റിക്സ് മേജർ ഡിസ്കോഴ്സസ് എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്കേഴ്സ് ദാറ്റ് വി ടേൺ ടു ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ ഈസ് അന്തോണി ഗിഡിൻസ് ആണ് ഇതിൽ ഒരു ഫസ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് ഈ ഫീൽഡിലേക്കുള്ളത്. ഹൂസ് പ്രൈമറി കൺസേൺ വാസ് ഓൾവേസ് ദ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യലി ഓപ്പറേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഏജൻസീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉദ്ദേശം, പ്രൈമറി കൺസേൺ വാസ് ഓൾവേസ് ദ റിലേഷൻ between socially operative structures and individual agencies. Socially operative structuresഉം ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ആ റിലേഷൻസ് നോക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മുഖ്യ ധാര മുന്നോട്ട് കൊണ്ടുവന്നത്. He argued that social structures were reproduced effectively by social actor in their everyday practices. അദ്ദേഹം വാദിച്ചത് ഇങ്ങനെയാണ്. He argued that social structures, സാമൂഹിക ഘടന എന്നുള്ളത്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് വേർ റീപ്രൊഡ്യൂസ്ഡ്, ആ സ്ട്രക്ചേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യണത് എങ്ങനെയാണ്? എഫക്റ്റീവ്ലി, വളരെ ശക്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണത് എന്തുകൊണ്ടാണ്? ബൈ സോഷ്യൽ ആക്ടേഴ്സ് ഇൻ ദെയർ എവരിഡേ പ്രാക്ടീസസ്. സോഷ്യൽ ആക്ടേഴ്സ് അവരുടെ ദൈനംദിന പ്രാക്ടീസസിൽ കൂടിയാണ് ഈ സോഷ്യൽ സ്ട്രക്ചറിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഇൻ ദിസ് റീപ്രൊഡക്ഷൻ there was a sense of knowledge about those practices that they were continuing, and that in this reproduction there was a sense of knowledge about those practices that they were continuing. Giddens relied on an ethnomethodological approach to arrive at such a conclusion. അപ്പോൾ അദ്ദേഹം അതിനായിട്ട് യൂസ് ചെയ്ത മെത്തേഡാണ് ethnomethodological approach. For him, while social action can be taken only in the background of resources provided by structures, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയായിരുന്നു. while social action can be taken only in the background of resources. സോഷ്യൽ ആക്ഷൻസ് നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. എന്താണ് ബാക്ക്ഗ്രൗണ്ട്?
ഓഫ് റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ ഘടന തന്നെ അതിനു വേണ്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം. ഓൺലി ത്രൂ ദ കെയർഫുൾ ഇൻ്ററാക്ഷൻ ഓഫ് നോളജബിൾ സോഷ്യൽ ആക്ടേഴ്സ്. അറിവുള്ള സോഷ്യൽ ആക്ടേഴ്സിൽ കൂടി മാത്രം നടക്കുന്ന ഇൻ്ററാക്ഷനിലൂടെ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കി കൊടുക്കണമെന്ന്. It is when one starts to consider that knowledge is itself a function of culture that Giddens theory of structure of be considered a theory of social relation and identities through cultural constitution. It is not, however, only ഗിഡിൻസ് വർക്ക്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഗിഡിൻസ് മാത്രമല്ല അതിനെക്കുറിച്ച് പഠിച്ചിരുന്നത്. വർക്ക് ദാറ്റ് ഗീവ്സ് അസ് എ സെൻസ് ഓഫ് ദ എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ വിത്തിൻ ദ കൾച്ചറൽ ടേൺ. ഗിഡിൻസിനെ കൂടാതെ ഡിസ്കോഴ്സ് തിയറി, പർട്ടിക്കുലർലി ഇൻസ്പയർഡ് ബൈ മൈക്കൽ ഫോക്കൾട്ട് as well as an entire wave of post-structuralist thinkers exemplify the idea that culture is constitutive of, that is, it is made up of social actors. കൾച്ചർ എന്ന് പറയുന്നത് അത് ഫോം ചെയ്യണത് സോഷ്യൽ ആക്ടേഴ്സ് മുഖാന്തരമാണെന്ന് ഉള്ള അഭിപ്രായം മൈക്കൽ ഫോക്കൾട്ടും അതുപോലെ മറ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിങ്കേഴ്സും ഇതിനു മുമ്പ് തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദൽ മോഫിയെ ആൻഡ് എണസ്റ്റോ ലാൻചൂസസ് പോസ്റ്റ് മാർക്സിസ്റ്റ് ideas are also an example of a similar way of thinking. Although they do not use the word culture, അപ്പോൾ അവരൊക്കെ ഈ പുതിയ ആളുകളൊക്കെ കൾച്ചർ എന്നുള്ള വേർഡല്ല യൂസ് ചെയ്യുന്നത്. It is better approximation of the general understanding that culture universally constituted social actors. They develop Graham's theory of hegemony, centering the idea that culture is an important tool in winning political consent over a majority. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ, അവരുടെ തിയറിയുടെയൊക്കെ അഭിപ്രായത്തിൽ മുഖ്യധാര അല്ലെങ്കിൽ മുഖ്യ ചിന്താധാര എന്ന് പറഞ്ഞ ഐഡിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് കൾച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ. കൾച്ചർ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്, ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻ വിന്നിങ് പൊളിറ്റിക്കൽ കൺസെൻറ്റ് ഓവർ എ മെജോറിറ്റി. ഒരു ഭൂരിപക്ഷത്തിന് മുകളിൽ ഒരു പൊളിറ്റിക്കൽ കൺസെൻറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് കൾച്ചർ എന്നാണ് അവർ പറഞ്ഞത്. എക്സ്റ്റെൻഡിങ് ഇറ്റ് ടു ബി എൻകമ്പോസ്ഡ് ഇൻ ദെയർ തിയറി ഓഫ് ഡിസ്കോഴ്സ്. In the work of Scott Lash and John Urey, a similar kind of debates are found. അപ്പോൾ ഇതുപോലെ തന്നെ കൾച്ചറിനെ കുറിച്ച് അവരും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബട്ട് വിത്ത് എ സ്ലൈറ്റ് ഡിഫറൻസ്. എന്നാലും മുൻപ് പറഞ്ഞ ആളുകളെക്കാളും കുറച്ച് വ്യത്യാസമായിട്ടായിരുന്നു ഈ സ്കോട്ട് ലാഷ് അതുപോലെ ജോൺ അറേയുടെയൊക്കെ വർക്കിൻ്റെ അഭിപ്രായം. ഫോർ ദം സോഷ്യൽ റിലേഷൻസ് അണ്ടർ ക്യാപിറ്റലിസം ആർ mediated so thoroughly by science that to be able to make a sense of capitalism, it would be imperative to understand the position of culture vis-a-vis both production as well as consumption, and increasingly it appears that the position it occupies is an implicated one. They thus make an argument for the historical case of cultural turn. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ കൂടി ഒരു ഹിസ്റ്റോറിക്കൽ കേസ് ഓഫ് ദ കൾച്ചറൽ ടേൺ ആണ് അവതരിപ്പിച്ചത്. സിൻസ് ദേ ആർഗ്യൂ സ്പെസിഫിക്കലി അബൌട്ട് ദ എക്സ്ട്രാവാജന്റ് ഡിഗ്രീസ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ ടു ദ ഡിസൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ്. At this juncture, however, it seems instructive to briefly discuss the meaning of the contentions term already introduced, which has been understood by different people to convey a wide variety of things. അപ്പോൾ കുറേ സാധനങ്ങൾ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ രീതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. There are 3 distinct meanings of the term പോസ്റ്റ് മോഡേൺ. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ എന്നുള്ള ആ ടേമിന് തന്നെ 3 ഡിസ്റ്റിങ്ക്റ്റ് മീനിങ്സ് ഉണ്ട്, 3 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ്ലി ദെയർ ഈസ് ദ ഷിഫ്റ്റ് ടു എ സോ കോൾഡ് ന്യൂ എറ ഓഫ് പോസ്റ്റ് മോഡേണിറ്റി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ദെയർ ഈസ് ദ ഷിഫ്റ്റ് ടു എ സോ കോൾഡ് ന്യൂ എറ, ഒരു പുതിയ എറയിലേക്കുള്ള ആ ഒരു ആരംഭം. അത് പോസ്റ്റ് മോഡേണിറ്റി. ദെൻ ദെയർ ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് പോസ്റ്റ് മോഡേണിസം ആസ് എ കൾച്ചറൽ ഫോം ഇൻ ദ കണ്ടംപററി സിറ്റി. And then the pros and cons of postmodern urban theory and method.
അപ്പം ഇതാണ് ഈ 3 ഡിസ്റ്റിങ്ക്റ്റ് മീനിങ്സ് അതിൻ്റെ. ഇനി അർബൻ സ്റ്റഡീസ് ആൻഡ് ദ സിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആസ് റിഗാർഡ്സ് ദ ബ്ലറിംഗ് ഓഫ് അക്കാഡമിക് ബൗണ്ടറീസ്, ഇറ്റ് ഈസ് very important to note that the constantly evolved flux of urban issues during the 20th century continuing well into the present has resulted in a very sharp increase in interdisciplinary studies of the city, such that the study of the urban phenomena is no longer the ഡൊമൈൻ ഓഫ് എനി വൺ ഡിസിപ്ലിൻ ഇൻ പർട്ടിക്കുലർ. അപ്പം ഈ പുതിയ രീതിയിൽ പഠിക്കുമ്പോൾ, ഈ പ്രതിഭാസത്തെ പഠിക്കുമ്പോൾ, സിറ്റിനെ കുറിച്ചുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അർബൻ സ്റ്റഡീസ് ആൻഡ് ദ സിറ്റി എന്നുള്ള ടോപ്പിക്കിൽ വരുമ്പോഴേക്കും നോ ലോങ്ങർ ദ ഡൊമൈൻ ഓഫ് എനി വൺ ഡിസിപ്ലിൻ ഇൻ പർട്ടിക്കുലർ, അതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല മുഖ്യമായിട്ട് അതിൻ്റെ പഠന മണ്ഡലമായിട്ട് എടുക്കേണ്ടത്, ബട്ട് ഈസ് എ കൈൻഡ് ഓഫ് ബാസ്ക്കറ്റ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻസ്. അത് ഒരു വൈഡ് റേഞ്ച് ഓഫ് പല വിഷയങ്ങളും പഠിക്കേണ്ടതിൻ്റെ ഒരു ബാസ്ക്കറ്റായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പല വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യോളജി മാത്രമല്ല, ഇൻക്ലൂഡിങ് എക്കണോമിക്സ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ജിയോഗ്രഫി, ടു നെയിം ബെയർലി എ ഫ്യൂ, അതുപോലെ മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്ത് പഠിക്കേണ്ടത് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോഴാണ് അർബൻ സ്റ്റഡീസ് ആൻഡ് ദ സിറ്റീസിനെ കുറിച്ചുള്ള പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. ഇൻ ദ സിറ്റി വിത്ത് എ മാർക്ഡ് hodgepodge tendency of economic climates, pronounced further by reshifting notions of scale between the global and the local, as well as an increasing emphasis on interconnectivity, interdisciplinarity, has led to a widening of the limits of urban sociology. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർബൻ സോഷ്യോളജിയുടെ ലിമിറ്റ്സിനെ ഭേദിക്കുന്നതാണ്, വൈൽ റീസ്റ്റെയിനിങ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് കൺസേൺസ് സച്ച് ദാറ്റ് അതർ disciplines have not now impinged on what was traditionally considered to be its റീട്രെയിൻ. ട്രഡീഷണലായിട്ട് എന്തെങ്കിലും കുറച്ച് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു അഭിപ്രായമുണ്ട് സിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ. എന്നാൽ അങ്ങനെയല്ല, സിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ഡിസിപ്ലിൻസിൻ്റെ ഐഡിയാസ് സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ. ദിസ് ഹവർ ഈസ് ഓൺലി വൺ സൈഡ് ഓഫ് ദ കോയിൻ, with the other side opening up more localized elements within the field such as housing, education, policy, sexuality and gender. അപ്പം എന്തൊക്കെ സംഗതികൾ തിയറീസ് അതിൻ്റെ ഇടയിൽ വരണമെന്ന് കണ്ടത് അത് കോയിൻ്റെ ഒരു വശം മാത്രമാണ്. എന്നാൽ വിത്ത് അതർ സൈഡ് ഓപ്പണിംഗ് അപ്പ് മോർ ലോക്കലൈസ്ഡ് എലിമെൻറ്റ്സ്, ഇനി ഇതുകൂടാതെ കുറേ ലോക്കലൈസ്ഡ് എലിമെൻറ്റ്സ് ആ ഫീൽഡിലുള്ളത് അതും മനസ്സിലാക്കേണ്ടിയിരിക്കണം. സച്ച് ആസ് ഹൗസിങ്, എഡ്യൂക്കേഷൻ, പോളിസി, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ, ഇതെല്ലാം സിറ്റിയുടെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം അർബൻ സ്റ്റഡീസ് ആൻഡ് ദ സിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. സച്ച് ദാറ്റ് സോഷ്യൽ തിയറി ഡസ് നോട്ട് അൾട്ടിമേറ്റ്ലി സ്റ്റേ ഫാർ റിമൂവ്ഡ് ഫ്രം ദ localities of its study, and that context sensitive research continues to be conducted. We see therefore that two parallel and uncannily paradoxical developments have occurred in urban sociology. അപ്പോൾ അർബൻ സോഷ്യോളജിയിൽ രണ്ട് മുഖ്യധാരകൾ പുറപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്, ആൻ എക്സ്പാൻഷൻ ഇൻ ടു ഡിസിപ്ലിനാരിറ്റി. ആദ്യത്തത് എക്സ്പാൻഷൻ ഇൻറ്റു ഇന്റർഡിസിപ്ലിനാരിറ്റി. ഒരു വിഷയം മാത്രമല്ല, ആ വിഷയത്തിൻ്റെ ഉള്ളിലുള്ള പല വശങ്ങളിലേക്കും അന്വേഷണം പോവുക. ഓഫൺ അക്കമ്പനീഡ് ബൈ ഗ്രാൻഡ് തിയറിറ്റിക്കൽ ഫ്രെയിംസ്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എ സബ്മിഷൻ ടു നാരോവർ സ്റ്റഡീസ് ഓഫ് ദ മോർ മൈക്രോ എലിമെൻറ്റ്സ് ഓഫ് അർബൻ ലൈഫ്. അപ്പോൾ മൈക്രോയും മാക്രോയും സ്റ്റഡീസ് ഇതിൻ്റെ ഉള്ളിൽ നടത്തേണ്ടതാണ്. പൊതുവെ സിറ്റിയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇന്റർ ഡിസിപ്ലിനറി കാര്യങ്ങൾ, അതേക്കുറിച്ച് പഠിക്കുക. അതോടൊപ്പം തന്നെ നാരോവർ സ്റ്റഡീസ് ഓഫ് മോർ മൈക്രോ എലിമെൻറ്റ്സ് ഓഫ് അർബൻ ലൈഫ്. അർബൻ ലൈഫിൻ്റെ മൈക്രോ എലിമെൻറ്റ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വിത്ത് നോട്ട് എ ലോട്ട് ഓഫ് കണക്ഷൻസ് ബീങ് മെയ്ഡ് ബിറ്റ്വീൻ ദം. ഇനി ഗ്യാപ്പ് ബിറ്റ്വീൻ തിയററ്റിക്കൽ ആൻഡ് മൈക്രോ എംഫറിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ദർ വാസ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് വിൽ കണ്ടിന്യൂ ടു ബി എ ടെൻഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് തിയററ്റിക്കൽ വർക്ക് ആൻഡ് മൈക്രോ എംഫറിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ഗ്രാൻഡ് തിയററ്റിക്കൽ വർക്കും മൈക്രോ എംഫറിക്കൽ സ്റ്റഡീസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് പിന്നീട് അത് വ്യക്തമാകുന്നുണ്ട് അടുത്ത പോയിന്റ് വരുമ്പോൾ. സിറ്റീസ് ആൻഡ് ദെയർ ടൈപ്സ്. There has been a long history in urban sociology of using analytical models that stress
the convergence of cities based either on urban ecology or in the context of Marxist and or neo-Marxist addition, which privileges the inexorable influences of capitalism on modes of government and social policies. അപ്പോൾ അർബൻ എക്കോളജി പഠിക്കാൻ നേരത്ത് പല കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ടീസ് ഹവർ ദാറ്റ് ഇഫ് ദ അർബൻ ഈസ് എവരിവെയർ എക്സ്പാൻഡിങ് ആൻഡ് ഗ്രോയിങ്, അർബൻ എല്ലാ ഭാഗത്തും വികസിക്കുകയും വളരെയും ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് മീൻസ് ഐദർ ദാറ്റ് അർബനൈസ്ഡ് സൊസൈറ്റീസ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അർബനൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഇൻ നേച്ചർ, പ്രകൃതിയിലെ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണ്. ഓർ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഡൽസ് ഓഫ് അർബൻ സിറ്റീസ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് അർബൻ സിറ്റീസ് ഉണ്ട്. പല രാജ്യങ്ങളിലെ അർബൻ സിറ്റീസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ളതാണ്, പല തരത്തിലുള്ളതാണ്. ഡിഫറിങ് ഫ്രം ഈച്ച് അതർ ഇൻ ദെയർ മിക്സ് ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം ഡിഫർ ഫ്രം ഈച്ച് അതർ, ഒന്ന് മറ്റൊന്നിനോട് വ്യത്യസ്തമായിരിക്കുന്നത് ഇൻ ദെയർ മിക്സ് ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്. അവരുടെ അതിലുള്ള ആ ഓരോ രാജ്യത്തിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ അതുപോലെ എക്കണോമിക് സ്ട്രക്ചേഴ്സ് വ്യത്യസ്തങ്ങളായതുകൊണ്ടാണ് അവിടെ സിറ്റീസും വ്യത്യസ്തങ്ങളായിട്ട് പല രാജ്യങ്ങളിലും പലതായിട്ട് കാണപ്പെടുന്നത്. ദിസ് ഡസ് നോട്ട് ഇൻ എനി വേ സജസ്റ്റ് ദാറ്റ് ഓൾ മോഡൽസ് ആർ യൂണിലീനിയർ ഇൻ ദെയർ അപ്രോച്ച്. അതുകൊണ്ട് എല്ലാം യൂണിലീനിയർ അപ്രോച്ചിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെദർ ദ സിറ്റീസ് is consideration as colonial or Asian or Western European, it does however reinstate the intricacy and plurality of urban worlds. എങ്ങനെയായാലും അർബൻ വേൾഡ്സിൻ്റെ ആ ആധിപത്യം, അതിൻ്റെ പ്ലൂരാലിറ്റി, വൈവിധ്യത അത് എല്ലായിടത്തും വ്യത്യസ്തങ്ങളായിട്ട് കാണാൻ പറ്റും. From the onset of the process of urbanization, there has been developed several competing as well as ആൻഡ് എൻവിൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിറ്റീസ്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തത ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ എല്ലാ സിറ്റീസിനും ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ഓരോന്നായിട്ട് പോയിൻ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഏത് സിറ്റി എടുത്താലും അതിനൊരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും. ദ മെറ്റീരിയാലിറ്റി ഓഫ് ദ സിറ്റി ആർ സീൻ ഇൻ ഇറ്റ്സ് വാൾസ്. ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വരുന്നത് ദ മെറ്റീരിയാലിറ്റി ഓഫ് ദ സിറ്റി ആർ സീൻ ഇൻ ഇറ്റ്സ് വാൾസ്, സ്ക്വയേഴ്സ്, ഹൗസസ്, റോഡ്സ് എക്സെട്ര ആസ് വെൽ ആസ് വേസ്റ്റ്. പിന്നെ അതുപോലെ ദ കൾച്ചറൽ സിറ്റി. അപ്പോൾ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും ഓരോ സിറ്റിക്കും. അതുപോലെ കൾച്ചറൽ സിറ്റി ആസ് ഇറ്റ് ഈസ് ഇമാജിൻഡ്. ഒരു സിറ്റീനെ ഒരു കൾച്ചറൽ സിറ്റി ആയിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതിലുള്ള ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റെപ്രസെൻറ്റേഷൻ, എസ്തെറ്റിക്സ്, ഐഡിയാസ്, സിമ്പിൾസ്, ഡിഫറൻസസ്, ആർട്സ്, ടെക്സ്റ്റ്, റിലീജിയൻ എക്സെട്ര. അതൊക്കെ ഈ കൾച്ചറൽ സിറ്റിക്ക് അകത്ത് വരുന്ന സംഹിതകളാണ്. പിന്നെ അടുത്തത് പൊളിറ്റിക്സ് ആൻഡ് പോളിസീസ് ഓഫ് ദ സിറ്റി ഇൻ ടേം ഓഫ് ഹൈറാർക്കീസ് ഓഫ് പവർ. പിന്നെ ഓരോ സിറ്റിക്കും അതിൻ്റെ പൊളിറ്റിക്സ് ആൻഡ് പോളിസീസ് ഉണ്ടാവും. അതിൻ്റെ ഹൈറാർക്കി ഓഫ് പവർ, ഗവൺമെൻറ്, വെൽഫെയർ മൊബിലൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് പോളിസീസ്. ഈ സംഗതികളെല്ലാം ഒരു സിറ്റിയെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് റൈറ്റേഴ്സ് ഓഫൺ ക്യാരിങ് എക്കണോമിക്, എത്നിക് ഓർ ജെൻഡർ ഇൻഇക്വാലിറ്റീസ്. വെല്ലുവിളി ഉയർത്തുന്ന ആളുകളും വിപ്ലവകാരികളും ഒക്കെ ഉണ്ടാവും സിറ്റിയിൽ. അവരുടെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ, ജോലി എന്ന് പറഞ്ഞാൽ എക്കണോമിക്, എത്നിക് ഓർ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഓഫ് സെഗ്രേഷൻ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് പെർട്ടൈനിങ് ടു എവറിഡേ ലൈഫ്. ഓരോ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കുക, ചലനം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക. അപ്പം അങ്ങനെ സിറ്റി ഓഫ് റൈറ്റേഴ്സ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് സിറ്റി ആസ് എൻ എക്കണോമിക് എൻറ്റിറ്റി. അതുപോലെ തന്നെ സിറ്റി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് എൻറ്റിറ്റിയും കൂടിയാണ്. ഇൻ ടേംസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, സ്കെയിൽ, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് ട്രേഡ്. അപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ട് സിറ്റി ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എൻ എക്കണോമിക് എൻറ്റിറ്റി. അപ്പം ഇതൊക്കെയാണ് ഒരു സിറ്റിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ. അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, കൾച്ചറൽ സിറ്റി ആയിരിക്കും. അതുപോലെ അതിൽ കൾച്ചർ സംബന്ധിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ്, എസ്തെറ്റിക്സ്, ഐഡിയാസ്, സിമ്പിൾസ്, ഡിഫറൻസസ്, ആർട്സ്, ടെക്സ്റ്റ്, റിലീജിയൻ, ഇതൊക്കെ കൾച്ചറൽ ട്രേറ്റ്സുകളാണ്. അപ്പോൾ അതെല്ലാം അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ പൊളിറ്റിക്സ് ആൻഡ് പോളിസീസ് ഓഫ് ദ സിറ്റി ഇൻ ടേംസ് ഓഫ് ഹൈറാർക്കീസ് ഓഫ് പവർ. ഓരോ പവർ അനുസരിച്ച് അവിടെ
പൊളിറ്റിക്സും പോളിസീസും ഒക്കെ ഉണ്ടാവും. അതുപോലെ സിറ്റി ഓഫ് റൈറ്റേഴ്സ് ഉണ്ട്, ഓഫൺ ക്യാരിങ് എക്കണോമിക്, എത്നിക് ഓർ ജെൻഡർ ഇൻഇക്വാളിറ്റീസ് ഓഫ് സെഗ്രേഷൻ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് pertaining to everyday life. The city as an economic entity in terms of division of labor, scale, production, consumption and trade. In urban ecological studies, and therefore the city as a unit of analysis has been suspended between diversity and different mosaics of culture, fluidity and identity, and moving borders between contingent interactions and events, the volume of interactions and their complexity, as well as between strangeness and fragmentation. അപ്പം മൊത്തത്തിലും അതുപോലെ ഘടകമായിട്ടും അതിൻ്റെ അർബൻ എക്കോളജിക്കൽ സ്റ്റഡീസും ഈ നടക്കേണ്ടതുണ്ട് സിറ്റിയുടെ ഉള്ളിൽ. വൈൽ മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഹാവ് ബീൻ ഹൈലൈറ്റഡ് ബൈ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ഇൻ അഡീഷൻ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ദ urban mosaic, other prospective focus on issues of integration, social order, control, unity, domination, pattern of capitalist development and structures and systems has also been explored. അപ്പൊ ഇതെല്ലാം ഒരു സിറ്റിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ദ സിറ്റി ഹാവിംഗ് ബീൻ ദ ലൊക്കേഷൻ ഫോർ എ ഹോസ്റ്റ് ഓഫ് ഇഷ്യൂസ് കൺഫ്രണ്ടിങ് സോഷ്യോളജി. അപ്പൊ സിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിനെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ദ ഫോർമൽ ലൈസ് അറ്റ് ദ ലേറ്റേഴ്സ് വെരി ഹാർട്ട് ഓഫ് ഇറ്റ്സ് ഒറിജിൻസ് ഇൻ ദ എമർജൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. City and its cultural spaces. Moreover, cities are sites where these trends coming with other in unique, orderly, complex manners specific to the location of the city. The complex city therefore become a heuristic zone. അപ്പോൾ ഒരു കോംപ്ലക്സ് സിറ്റീനെ നമുക്ക് ഒരു heuristic zone എന്ന് പറയാം. It can actually produce knowledge about and making intelligible some of the major transformations shaping society through its internal ഡൈനാമിക്സ്. സൊസൈറ്റിയിൽ അതിൻ്റെ ഇന്റേണൽ ഡൈനാമിക്സ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഷേപ്പിംഗ് ഉണ്ടാക്കാനായിട്ട്, ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ സിറ്റീസിൻ്റെ ലൈഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. Returning to one of the first thinkers on the topic, since now we must begin to make the move back to discussing cultural politics that condition the city. Max Weber's The City was consolidated effort to specify a city which combined dynamic and conditions that compelled its residents and leaders into creative and innovative response or adaptations. അപ്പോൾ ഈ മാക്സ് വെബറുടെ ദ സിറ്റി എന്നുള്ള ആ ബുക്കിൽ കൂടി അദ്ദേഹം ഒരു മേജർ സിറ്റിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ വേണ്ട ഐഡിയാസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. His work was all about understanding the conditions under which cities can be positive and creative influences in the lives of people. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൂടി സ്പഷ്ടമാക്കിയിരിക്കുന്നത് about understanding the condition under which cities can be positive. സിറ്റീസ് പോസിറ്റീവ് ആയിരിക്കുക, ക്രിയേറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കുക, ഇൻഫ്ലുവൻസ് ആളുകൾക്ക് ഉണ്ടാക്കുക, അതെങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഫോർ വെബർ സിറ്റീസ് വേറെ സെറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. പിന്നെ അവസാനമായിട്ട് വെബറിന്റെ അഭിപ്രായത്തിൽ സിറ്റീസ് വേറെ സെറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ദാറ്റ് എൻകറേജ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ഇന്നോവേഷൻ, ദെയർബൈ ബിക്കമിങ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇൻഡിവിജ്വാലിറ്റി, ഇന്നോവേഷൻസ് ഒക്കെ ഈ സിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് ആണെന്നാണ് വെബറിന്റെ അഭിപ്രായം. ഇനി അടുത്തത് കൺസെപ്ഷൻ ആൻഡ് സിറ്റീസ്. ഓൾദോ ഇനിഷ്യലി വർക്ക്ഡ് അപ്പ് ബൈ ലൂയിസ് authors concerned with the need to scientifically define one's theoretical object, sociologists have been worried about what precisely the urban actually is. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സോഷ്യോളജിസ്റ്റ് ഹാവ് ബീൻ വറീഡ് അബൌട്ട് വാട്ട് പ്രിസൈസ്ലി ദ അർബൻ ആക്ച്വലി. യഥാർത്ഥത്തിൽ അർബൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കി എങ്ങനെ പ്രതിപാദിക്കാം, അത് എന്താണെന്ന് ഒറ്റ വേർഡിൽ എളുപ്പം വേർഡിൽ അങ്ങനെ അർബൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാന്ന്. ഇൻ ദ വർക്ക് ഓഫ് മാനുവൽ കസൽസ് ദിസ് ഹാഡ് ദ
unintended consequence of opening up of the doors to an entirely new dynamic area of academic study. അപ്പോൾ അത് ക്ലിയർ ആക്കിയിരിക്കുന്നത് ഈ വേർഡുകളിൽ കൂടിയാണ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഏരിയ ഓഫ് അക്കാഡമിക് സ്റ്റഡി ഓഫ് കൺസെപ്ഷൻ. അതിനെ കൺസെപ്ഷൻ എന്ന് പറയാമെന്ന്. ഇനി വാട്ട് ആർ ദ ടു ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ സിറ്റി ലൈഫ്, അതുപോലെ വാട്ട് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയററ്റിക്കൽ ആൻഡ് മൈക്രോ എംഫറിക്കൽ അർബൻ സ്റ്റഡീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പുറകിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ശരിക്കും പഠിക്കുക. ഇത് അവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും അത് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് പ്ലൂരാലിറ്റി ഓഫ് അർബാനിറ്റി, പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ക്യാപിറ്റലിസം ടു കൺസ്യൂമർ സെൻറ്റർ ക്യാപിറ്റലിസം. ഇനി കൺസെപ്റ്റ് ഓഫ് ലെഷർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കൺസെപ്റ്റ് ഓഫ് ലെഷർ എന്നുള്ളത്. കൺസെപ്റ്റ് ഓഫ് ലെഷർ എമേർജ്ഡ്, ഇത് എപ്പോഴും പരീക്ഷയ്ക്കും ചോദിക്കാതുള്ള ഒരു ഭാഗമാണ്. കൺസെപ്റ്റ് ഓഫ് ലെഷർ എമേർജ്ഡ് ആസ് എ ന്യൂ ഐഡിയ ഇൻ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഓക്കുപ്പേഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് വെയർ ദ അർബൻ ഡ്വൽ എൻഗേജ്ഡ് ഇൻ ഫാക്ടറി വർക്ക് ഓഫീസസ് ഫ്രം ഡേ ടിൽ നൈറ്റ്. അപ്പോൾ പകല് നേരം വെളുത്ത രാത്രി വരെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ട്രെൻഡ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അർബൻ ഡ്വല്ലേഴ്സ് ഇങ്ങനെ ഒരു ബദ്ധപ്പാടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ റെസ്റ്റ് മനുഷ്യന് വളരെ ആവശ്യമുള്ള ഒന്നാണ്. ദെയർഫോർ ദ ഐഡിയ ഓഫ് ഗിവിങ് ബ്രേക്ക് ടു ദ വർക്കർ ദ നോഷൻസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, അപ്പം എന്തെങ്കിലും ഒരു മാനസിക ഉല്ലാസം കൊടുക്കുന്ന പോലെ വർക്കേഴ്സിന് തൻ്റെ ജോലിയുടെ ഇടയിൽ കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതായത് പാർക്സ് എക്സെട്ര ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലങ്ങളോ ഒക്കെ അവർക്കായിട്ട് ഉണ്ടാക്കുക. മെനി സ്കോളേഴ്സ് ഹാവ് വർക്ക്ഡ് ഇൻ ദിസ് ഏരിയ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ നോളജ് ഓഫ് ലെഷർ. One important study exemplify the postmodern vision in Hanningham's recent study of the rise of fantasy city. അപ്പോൾ ഫാൻറ്റസി സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് മോഡേൺ വിഷൻ ഇൻ ഹാനിംഗൻസ് സ്റ്റഡിയിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കൺസെപ്റ്റ് ഓഫ് ലെഷറിനെ കുറിച്ച്. ഇറ്റ് ഈസ് എ തിയോസെൻട്രിക് വെയർ എവറിത്തിങ് ഫ്രം ഇൻഡിവിജ്വൽ എൻ്റർടൈൻമെൻറ്റ് വെന്യൂസ് ടു ദ image of the city itself conforms to a scripted theme normally drawn from sports, history or popular entertainment. അപ്പോൾ പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്സ്, ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു തിയോസെൻട്രിക് തീം സെൻട്രിക് അങ്ങനെ ഒരു സ്ഥലം, ഒരു എൻ്റർടൈൻമെൻറ്റ് വെന്യൂ എല്ലാ വർക്ക് ഏരിയയിലും ഉണ്ടാക്കുക. അതുപോലെ ഇറ്റ് ഹാസ് അഗ്രസീവ് ബ്രാൻഡിങ് ഓർ നെയിം ഓറിയൻറ്റേഷൻ വെയർ ദ ഫിനാൻസ് entertainment spaces into potential markets, attempts to make huge profits on selling licensed merchandise on site. പിന്നെ തേർഡ് പോയിന്റ് ഇവിടെ മീൻ ചെയ്യണത് ഫാൻറ്റസി സിറ്റി ഓപ്പറേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ്. ഇതുപോലെയുള്ള അതിപ്പോൾ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുക. അതുപോലെ ഇങ്ങനെയുള്ള സിറ്റീസ് എന്ന് പറയുന്നത് അത് ഓപ്പറേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ്. ഇറ്റ് ഷോസ് ഡിസ്റ്റിങ്ക്യൂഷ് ഫീച്ചേഴ്സ് ഓഫ് ദ യൂസ് ഓഫ് modular constructions that is seamlessly blend a megaplex cinema, themed restaurants, theaters and other mega stores. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കണം ഒരു ഫാൻറ്റസി സിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹോം ടു എ സോളിഫിസ്റ്റിക് എൻവയറമെൻറ്റ് വെയർ ദ എൻ്റർടൈൻമെൻറ്റ് സ്പേസസ് ആർ ഐസൊലേറ്റഡ് ഫ്രം സറൗണ്ടിങ് നൈബർഹുഡ്സ് ഫിസിക്കലി, എക്കണോമിക്കലി ആൻഡ് കൾച്ചറലി. ഒരു ശല്യമില്ലാത്ത ഫിസിക്കലി, എക്കണോമിക്കലി അതുപോലെ കൾച്ചറലി ഒരു ഐസൊലേറ്റഡ് സറൗണ്ട് ആയിരിക്കണം സിറ്റിക്ക് വേണ്ടത്. എ ഫാൻറ്റസി സിറ്റി ഈസ് പോസ്റ്റ് മോഡേൺ. ഫാൻറ്റസി സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസ്റ്റ് മോഡേൺ ഐഡിയ ഇൻ സോ മച്ച് ആസ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് അറൌണ്ട് ടെക്നോളജീസ് ഓഫ് സിമുലേഷൻ, വെർച്വൽ റിയാലിറ്റി ആൻഡ് ദ ത്രിൽ ഓഫ് ദ സ്പെക്ടാക്കിൾസ്. ഡിസ്കസ് സം ഓഫ് ദ ഡൈമെൻഷൻസ് ഓഫ് ലെഷർ ആൻഡ് പ്ലഷർ ഇൻ സിറ്റീസ്. അത് മനസ്സിലായില്ല. വാട്ട് ഡിഡ് ഹെൻറി ലെഫർ സേ അബൌട്ട് സോഷ്യൽ ഡിഫറൻസസ്? ഇതിൻ്റെ ഒക്കെ ഉത്തരം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതിൽ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ 2 ways. അപ്പോൾ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ അത് എങ്ങനെയാണ് മനസ്സിലാക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ദ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ
two ways. One is that culture is considered universally to be constitute of social relations. അപ്പോൾ കൾച്ചറിനെ രണ്ട് രീതിയിലാണ് നമ്മൾ അർബൻ സ്പേസിലെ കൾച്ചറൽ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, കൾച്ചർ ഈസ് കൺസിഡേർഡ് യൂണിവേഴ്സലി ടു ബി കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിലേഷൻസ്. കൾച്ചർ എന്ന് പറയുന്ന സോഷ്യൽ റിലേഷൻസിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതായത് സോഷ്യൽ റിലേഷൻസിന്റെ ഹെൽപ്പോടുകൂടി ഫോം ചെയ്തിട്ടുള്ളതാണ് കൾച്ചർ. ആൻഡ് ദെയർഫോർ ഓൾസോ ദ ഐഡന്റിറ്റീസ് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ദാറ്റ് കൾച്ചർ. അപ്പൊ ആ കൾച്ചറിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ഐഡന്റിറ്റീസും ഇത് അനുസരിച്ചിട്ട് ഉള്ളതായിരിക്കും. ആൻഡ് സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഓപ്പോസിറ്റ്. ദാറ്റ് ഇപ്പൊ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ദാറ്റ് ഈസ് ദാറ്റ് കൾച്ചർ ഇറ്റ്സെൽഫ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് സോഷ്യൽ റിലേഷൻസ്. അപ്പൊ സോഷ്യൽ റിലേഷൻസും ഐഡന്റിറ്റീസും ഉണ്ടാക്കാനായിട്ട് കൾച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ സോഷ്യൽ റിലേഷൻസിനും ഐഡൻറ്റിറ്റീസിനും ഷേപ്പ് കൊടുക്കാനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് കൾച്ചർ ചെയ്യണതെന്ന്. അതുപോലെ കൾച്ചർ ഫോം ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞ കൾച്ചർ ഫോം ചെയ്യാൻ സോഷ്യൽ റിലേഷൻസും അതുപോലെ ഐഡൻറ്റിറ്റീസും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് മ്യൂച്വലി റിലേറ്റഡ് ആണ്. കൾച്ചർ ഫോം ചെയ്യാനായിട്ട് സോഷ്യൽ റിലേഷൻസ് അതുപോലെ ഐഡന്റിറ്റീസ് ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻസും ഐഡന്റിറ്റീസും ഫോം ചെയ്യാൻ കൾച്ചറും ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന്. അതാണ് ഈ പറഞ്ഞതിൻ്റെത്. ദ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ടു വേസ് എന്ന് പറഞ്ഞത്. ഇനി ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ തിയററ്റിക്കൽ ആൻഡ് മൈക്രോ എംഫറിക്കൽ അർബൻ സ്റ്റഡീസ് ലൈസ് മോർ ഇൻ ടേംസ് ഓഫ് ideas than in reality. The gap between, what is the gap between theoretical and micro-empirical urban studies എന്നുള്ളതിൻ്റെ ഉത്തരവാണ്. The gap between the theoretical and the micro-empirical urban studies lies more in terms of ideas than in reality. But the grand theoretical works focus on the global universal levels of theorizing, whereas the micro level of cities, town, districts, village, etc., the issue like slums, substance abuse, rise of crimes and delinquency, etc., also need to be studied, and there need to be link between them. That is the theoretical and the micro-empirical studies. അപ്പോൾ ഈ ഗ്യാപ്പ് എങ്ങനെയാണ് നികത്തുന്നതെന്ന് തിയറിറ്റിക്കൽ സ്റ്റഡീസും മൈക്രോ എംഫറിക്കൽ സ്റ്റഡീസും. അപ്പം ഇത് രണ്ടും ഐഡിയാസ് ദാൻ ഇൻ റിയാലിറ്റി. ഇറ്റ് സ്റ്റഡീസ് ലൈസ് മോർ ഇൻ ടേംസ് ഓഫ് ഐഡിയാസ് ദാൻ ഇൻ റിയാലിറ്റി. ഐഡിയയിൽ കൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ, വാസ്തവികത കാണാതെ തന്നെ ഐഡിയയിൽ കൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ വരുന്ന ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും, അതായത് ഒരു സിറ്റി ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അർബൻ ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് പല സംഗതികൾ വരുന്നുണ്ട്. ലൈക്ക് വില്ലേജ്, ലൈക്ക് സ്ലംസ്, സിറ്റീസ്, ടൗൺസ്, ഡിസ്ട്രിക്ട്സ്, അതുപോലെ റൈസ് ഓഫ് ക്രൈം ആൻഡ് ഡെലിക്വൻസി എക്സെട്ര. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തിയറിയും അതുപോലെ മൈക്രോ എംഫറിക്കൽ അർബൻ സ്റ്റഡീസും തമ്മിലുള്ള ആ ഗ്യാപ്പ് നികന്നു കിട്ടും. അടുത്തത്, സിറ്റി ഹാസ് ബീൻ എക്സാമിൻഡ് ആസ് എ സൈറ്റ് ഓഫ് നോട്ട് ഓൺലി വർക്ക് ബട്ട് വീൻഡ് ആസ് എ സൈറ്റ് ഓഫ് പ്ലഷർ ആൻഡ് ലെഷർ. സിറ്റി എന്ന് പറയുന്നത് ജോലി ചെയ്യാനും താമസിക്കാനും ഉള്ള ഒരു സൈറ്റ് മാത്രമല്ല, പക്ഷേ അത് മനുഷ്യന് സന്തോഷവും പ്ലഷറും ലെഷറും വിശ്രമവും ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ കൂടി ആവണമെന്ന്. കൺസെപ്റ്റ് ഓഫ് ലെഷർ ഗെയിൻസ് എ സിഗ്നിഫിക്കൻസ് ഇൻ അർബൻ കോണ്ടെക്സ്റ്റ് വെയർ പീപ്പിൾ സ്പെൻഡ് ലോങ് അവേഴ്സ് ഡേ ആൻഡ് ഓഫൺ നൈറ്റ്സ്. ആളുകൾ രാത്രിയും പകലും ഒക്കെ ഒത്തിരി സമയം ജോലി ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എമർജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് അറ്റ് എ ലാർജ് സ്കെയിൽ. അപ്പോൾ പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷന്, എക്സ്ചേഞ്ചിനൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ രാപകലില്ലാതെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് വേണം, വിശ്രമം വേണം. വിശ്രമവേളയിൽ സന്തോഷം കിട്ടണം. അപ്പം അതാണ് ഈ വിശ്രമവേളയിൽ കിട്ടേണ്ട ഒരു ആനുകൂല്യം. ദ നേച്ചർ ഓഫ് സിറ്റീസ് ആൻഡ് ദെയർ സ്ട്രക്ചർ ഹാവ് അക്കോമഡേറ്റഡ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സിറ്റീസ് പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതായത് സ്റ്റേഡിയംസ് ഓഫ് സ്പോർട്സ്, ഓഡിറ്റോറിയംസ്, തിയേറ്റേഴ്സ്, സിനിമ ഹാൾസ്, malls, restaurants, etc., which provides avenues to people in the cities.
Henry Leiber says that in the urban context, the globalizing process of capitalism leads to spatial social differentiation in the sense of providing prime spaces to those who can afford it as per their social status. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടണമല്ലോ. ഓരോ കാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവർ, സാമ്പത്തിക ശേഷിയുള്ളവർക്കാണ് അർബൻ കോണ്ടെക്സ്റ്റിൽ ഓരോ സ്ഥാനങ്ങൾ ലഭിക്കുന്നതെന്നാണ് ഹെൻറി ലെബർ പറയുന്നത്. ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി കൺജോയിൻ്റ്ലി ഇൻവോൾവ്സ് ഇറ്റ് സെൽഫ് ഇൻ ദിസ് സോഷ്യൽ ഡിഫറൻസിയേഷൻ പ്രോസസ്സസ്. അപ്പോൾ ഈ സോഷ്യൽ ഡിഫറൻസിയേഷൻ പ്രോസസ്സ് ഇല്ലാതെയാക്കണമെങ്കിൽ സ്റ്റേറ്റും സൊസൈറ്റിയും കൂടി ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ എ പ്രൈം ലാൻഡ് ഈസ് ചൂസൺ ടു സെറ്റ് അപ്പ് എ ഫാക്ടറി ഓർ മോൾ, ഒരു സ്ഥലം അത് ഫാക്ടറിക്ക് അല്ലെങ്കിൽ ഒരു മോൾ പണിയാനോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്ലംസ് ആർ റീലൊക്കേറ്റഡ് ടു ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി. അപ്പോൾ സ്ലംസ് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാക്കി ഇരിക്കണം. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് ഒന്നിനെ നശിപ്പിച്ചിട്ട് വേറെ ഒന്നല്ല. എല്ലാ കാര്യങ്ങൾക്കും സ്ഥലം ഒന്ന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ മാറ്റപ്പെട്ട ആളുകൾക്ക് ജീവിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടത് ഓരോ സിറ്റിയുടെയും കടമയാണ്. ഇനി കാസ്റ്റ്, ക്ലാസ്, എത്നിസിറ്റി ആൻഡ് ജെൻഡർ, അതാണ് അടുത്ത യൂണിറ്റ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് മീൻ ബൈ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അർബൻ കൾച്ചറൽ പൊളിറ്റിക്സ്. അർബൻ കൾച്ചറൽ പൊളിറ്റിക്സിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന്, അതിൻ്റെ വർഗീകരണം. ഡിസ്ക്രൈബ് ദ അർബൻ കോണ്ടെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് പൊളിറ്റിക്സ്. അതുപോലെ ഡിസ്കസ് ഫോക്കൽസ് അനാലിസിസ് ഓഫ് പവർ ഡോമിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ക്രിട്ടിക്കലി അസസ് ദ റോൾ ഓഫ് സ്കൂളിംഗ് with an example of Chicago school distribution within the city to explain social stratification, and finally highlights the role played by gender and migration to the city of people of all caste and communities representing different cultures. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റിൽ കൂടി നമ്മൾ പാസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ അർബൻ കോണ്ടെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫോക്കൽസ് അനാലിസിസ് ഓഫ് പവർ ഡോമിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഷോർട്ട് നോട്ടിനൊക്കെ വരാറുള്ളതാണ്. പിന്നെ ചിക്കാഗോ സ്കൂൾ ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ ദ സിറ്റി ടു എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സിമ്പിളാണ്, തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഹൈലൈറ്റ്സ് ദ റോൾ പ്ലേഡ് ബൈ ജെൻഡർ മൈഗ്രേഷൻ ടു ദ സിറ്റീസ് ഓഫ് പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഇത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ ദ അർബൻ പവർ പൊളിറ്റിക്സ് ഇസ് എക്സ്പ്ലെയിൻ ടു യു യൂസിങ് ഫാക്കൾസ് theoretical understanding of domination and subordination inherent in all social, political, economic and cultural relations. Urban culture politics, understanding caste, class, ethnicity and gender. അപ്പോൾ ഇവിടുത്തെ സ്ട്രാറ്റിഫിക്കേഷൻ മനസ്സിലാക്കാനായിട്ട് understanding caste, class, ethnicity and gender. The cultural politics of urban space also include more traditional makers of identities like caste, class, specific identities, ethnicity and gender, race and class amongst others, and especially in the Indian context. അപ്പോൾ ഇതൊക്കെ ഒരു മിക്കവാറും പല രാജ്യങ്ങളിലും ഉണ്ട് ഇത് അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ. കാസ്റ്റ്, ക്ലാസ്, സ്പെസിഫിക് ഐഡൻറ്റിറ്റീസ്, എത്നിസിറ്റി, അതുപോലെ ജെൻഡർ ഡിഫറൻസ്, റേസ് ആൻഡ് ക്ലാസ് എമംഗ്സ്റ്റ് അതേഴ്സ്, ആൻഡ് എസ്പെഷ്യലി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇനി ഇന്ത്യയുടെ സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ കാസ്റ്റ് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാൻ കാസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ കാസ്റ്റ് ഇവിടെ ഒരു വലിയ പ്ലേ ആണ് ഇവിടെ നടത്തുന്നത്. ദീസ് ഹവർ മേക്ക് ആൻ അപ്പിയറൻസ് ഈസ് നോട്ട് ക്വൈറ്റ് ദ സെയിം വേ ആസ് അണ്ടർസ്റ്റുഡ് ഏർലിയർ ഇൻ എ ലീനിയർ സെൻസ് ബട്ട് ഇൻ എ മോർ പ്ലൂറലിസ്റ്റിക് മാനർ. വിവിധതയാർന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ലീനിയർ ലൈനിൽ കൂടി പോയി ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. ഇൻ വിച്ച് വൺ ഐഡന്റിറ്റി ഡസ് നോട്ട് നെസസറിലി ഓവർറൈഡ് ഓൾ അതേഴ്സ്. ദ മോർ കോംപ്ലക്സ് ദ അർബൻ ലാൻഡ്സ്കേപ്പ് ഈസ്. അർബൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ്, സങ്കീർണമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ദ മോർ ആർ ദ പോയിന്റ്സ് ഓഫ് എൻട്രി we find into the individual subjectives of people who constitute that landscape. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ വിഭിന്നതയുള്ള ആളുകളാണ്. പല ഈ കാസ്റ്റും അതുപോലെ
മറ്റേ ക്ലാസ്, എത്തിനിസിറ്റി, ജെൻഡർ. അപ്പം ഇതൊക്കെ അനുസരിച്ച് വിഭിന്ന സ്വഭാവക്കാരും വിഭിന്ന ചിന്താഗതിക്കാരും ഒക്കെ ആയിരിക്കും. അവരെ കൊണ്ട് തീർന്നിട്ടുള്ളതാണ് അർബൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ദ ഫസ്റ്റ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രസന്റ് ഇൻ സോ ഫാർ ആസ് വാട്ട് ഇറ്റ് connotes for those for whom a certain socio-cultural order has a definitive impact, while the second is in the context of the future insofar as what the future might be said to contain should the present be such as such. Of course, it goes without saying that the past too is implicated in the analysis of the present and the future. Hence, it is fundamentally the past that determine the present. അപ്പോൾ ഈ അർബൻ സൊസൈറ്റിയുടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് നമ്മൾ പാസ്റ്റ് പഠിക്കണം. പാസ്റ്റ് പഠിച്ചു കഴിഞ്ഞാലാണ് പ്രസന്റ് എങ്ങനെയാണ്, അതുപോലെ ഫ്യൂച്ചറും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ. ഇനി പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ അർബൻ കോണ്ടെക്സ്റ്റ്. ഹാവിംഗ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദ കൾച്ചറൽ ടേൺ ഇൻ അർബൻ സ്റ്റഡീസ്, we can now understand cultural politics as potential in every social context in which power is relevant as a contributing factor. പവർ എന്നുള്ളത് ഇവിടെ അർബൻ സ്റ്റഡീസിൽ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്, ഇൻക്ലൂഡിങ് ദ കോണ്ടസ്റ്റേഷൻ ഓഫ് regimented identities of caste, class, ethnicity or gender and normative relations in which one individual or group is subordinate to another where they occur in the social field. അപ്പോൾ സോഷ്യൽ ഫീൽഡിൽ ഈ പല കാസ്റ്റ്, പല ക്ലാസ്, എത്തിനിസിറ്റി, ജെൻഡർ ഒക്കെയുള്ള വിഭിന്നതയുള്ള ആളുകളാണുള്ളത്. അപ്പോൾ അതിൽ പവർ കൂടുതലുള്ളവരായിരിക്കും മേൽക്കോയ്മയുള്ളത്. പവർ കുറഞ്ഞ ആളുകൾ അതിൻ്റെ താഴെ വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ ഫീൽഡ് ആയിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അർബൻ കോണ്ടെക്സ്റ്റിൽ. Foucault and his notion of power. It will helpful now to turn to the work of Michael Foucault. അപ്പോൾ ഈ പവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മൈക്കൽ ഫോക്കൾട്ട്, ഹു വാസ് കൺസേൺഡ് with precisely how power operates within a social field. ഒരു സോഷ്യൽ ഫീൽഡിൽ പവർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും. ആൻഡ് ഫോർ ഹിം ദ ആൻസർ വാസ് നോട്ട് ക്വൈറ്റ് ആസ് സിമ്പിൾ ആസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ദ സ്റ്റേറ്റ് പോലെ ഒന്നാണ് അത്. ആ പവർ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നുള്ള ഒരു സിമ്പിൾ ഉത്തരവല്ല അതിൽ നിന്ന് കിട്ടുന്നത്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഫാക്കൾട്ട് പറയുന്നത് ഈ പവർ എന്നുള്ളതിൽ. Such arguments were always the mainstay of political sociology, having taken a conventional definition of politics for granted, understanding it as taking place at a nation state, and Foucault broke out the texture of this argument. In fact, Dawes and Hughes, വേറെ രണ്ട് വ്യക്തികൾ, argued even before Foucault that there was a really no analytically compelling reason as to why political sociologists focus their attention on state institution as the focus of power. The power is productive for Foucault to the sense that it works to produce particular types of subjective identities. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണെന്നാണ് ഫോക്കൾട്ട് പറയുന്നത്. ദ സെൻസ് ദാറ്റ് ഇറ്റ് വർക്ക്സ് ടു പ്രൊഡ്യൂസ് പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് സബ്ജക്റ്റീവ് identities, so the indoctrination of certain practices which continue to remain invisible from the point of view of the older model of power as Sovietianity. പഴയ മോഡൽ പവർ നമ്മുടെ സോവിയറ്റിനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ശക്തിമത്തായിട്ട് വരും ഓരോ സ്ഥലത്തുള്ള പവർ ഫോർ ഹിം ഇൻ പ്ലൂരൽ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലൂരൽ. ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ഫ്രം ഇന്നൂമറബിൾ പോയിന്റ്സ്. പല പോയിന്റ്സിൽ കൂടിയാണ് ഈ പവർ എക്സസൈസ് ചെയ്യണം. ഫ്രം എ സിംഗിൾ പൊളിറ്റിക്കൽ സെന്റർ ആസ് ദ പൊസഷൻ ഓഫ് ആൻ എലൈറ്റ് ഓർ എ ലോജിക് ഓഫ് എ ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ എ സിംഗിൾ ഓവർ സോഷ്യൽ ഫീൽഡ്. ക്രൂഷ്യലി ദെയർഫോർ പവർ ഫോർ ഫോക്കൾട്ട് ഈസ് പ്രൊഡക്റ്റീവ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്. ഹിസ് അനാലിസിസ് ആർ ഒപ്പോസ് ടു വാട്ട് ഹി ബിലീവ്സ് ടു ഡിപ്പെൻഡ് ഓൺ ദ juridico discusses model in which power is seen as possessed by the state, especially the law, and is used to impose order on society. അപ്പോൾ പവറിനെ കുറിച്ചുള്ള അത് കുറച്ചും കൂടി
ആ പോയിന്റ്സ് എടുക്കുക. ഫോക്കൽട്ട് ഓൾസോ റിഫൈൻസ് ഹിസ് അനാലിറ്റിക്സ് ഓഫ് പവർ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനേഷൻ ഇൻ ഹിസ് ലേറ്റർ വർക്ക് ആസ് വൺ ഓഫ് ഹിസ് ക്രിറ്റിക്സ് ബാരി ഹിൻഡേഴ്സ്. ഇപ്പം ഫോക്കൽട്ടിൻ്റെ ആ പ്രവൃത്തികളുടെ ഒക്കെ ക്രിറ്റിക്സ് ആയിരുന്നു ബാരി ഹിൻഡേഴ്സ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഹി ഇൻക്രീസിംഗ്ലി യൂസസ് ഡോമിനേഷൻ ആസ് എ ടേം ടു അനലൈസ് വാട്ട് ഈസ് മോർ കോമൺലി തോട്ട് ഓഫ് ആസ് പവർ. പവറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡോമിനേഷൻ എന്നുള്ളത് ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. റീപ്ലേസിങ് ദ ടേം പവർ വിത്ത് ഗവൺമെൻറ്. ഇനി പവർ ആൻഡ് റെസിസ്റ്റൻസ് ലീഡിങ് ടു ചേഞ്ച്. ഇനി അടുത്ത അഭിപ്രായം ഹിൻഡസിന്റെ അഭിപ്രായമാണ് പവർ ആൻഡ് റെസിസ്റ്റൻസ് ലീഡിങ് ടു ചേഞ്ച്. മാറ്റങ്ങൾ ഉണ്ടാക്കാനും പവറും റെസിസ്റ്റൻസും ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. ഇനി എത്നിസിറ്റി ആൻഡ് ചിക്കാഗോ സ്കൂൾ പോളിസി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ചിക്കാഗോ സ്കൂൾ ആൻഡ് പവർ ഡൈനാമിക്സ്, അതുപോലെ ട്രെൻഡ് ദാറ്റ് മാർക്ക് ദ ന്യൂ ലേബർ ഫോഴ്സ് വിത്തിൻ ദ ന്യൂ എക്കണോമി, ഈ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വായിച്ചു നോക്കുക. ചിക്കാഗോ സ്കൂൾ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവിടെ ആ പവറും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ സ്ട്രാറ്റിഫിക്കേഷൻസിൻ്റെ ഐഡിയാസൊക്കെ അവിടെ കൂടി എങ്ങനെയാണ് കടന്നു പോകുന്നത്, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇവിടെ ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് കാസ്റ്റ്, ക്ലാസ്, എത്നിസിറ്റി ആൻഡ് ജെൻഡർ ഇൻ അർബൻ സ്പേസ് ഡിസ്കസ്. അത് നമുക്ക് പിന്നീട് നോക്കാം. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ഇനി ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പിന്നീട് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് കൊടുത്തിരിക്കുന്നതിലുള്ള ഓരോ സെൻറ്റൻസും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതെന്താ നോക്കുക. ഇൻ ദ അർബൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് dash is the contributing factor to determine the social standing of different categories of people. അപ്പോൾ അതെന്താണ്, പവറാണ്. ഇൻ ദ അർബൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ പവർ ഈസ് ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. പവറാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ഡിറ്റർമിൻ ദ സോഷ്യൽ സ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ്. അതുപോലെ ബിലീവ്ഡ് ദാറ്റ് പവർ ഈസ് പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ്, പവർ ഈസ് പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞ ആളാണ് മൈക്കൽ ഫോക്കൾട്ട്. അപ്പോൾ മൈക്കൽ ഫോക്കൾട്ട് believed that power is productive in the sense that it is works to produce particular type of subjective identities. ഈ തേർഡ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ഹിസ് അനാലിസിസ് ഓഫ് പവർ ആൻഡ് ഡോമിനേഷൻ ഫോക്കൾട്ട് ലേസ് എംഫസിസ് ഓൺ ദ, അവിടെ കൊടുക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ പൊളിറ്റിക്സ് ആണ്. ഇൻ ഹിസ് അനാലിസിസ് ഓഫ് പവർ ആൻഡ് ഡോമിനേഷൻ ഫോക്കൾട്ട് lays emphasis on the principles, fill in the blanks-ന്റെ അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് കൾച്ചറൽ പൊളിറ്റിക്സ് എന്നാവും. പിന്നെ ചിക്കാഗോ ഈസ് കൺസിഡേർഡ് ടു ബി എ ഗ്ലോബൽ സിറ്റി. ചിക്കാഗോനെ ഒരു ഗ്ലോബൽ സിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ചിക്കാഗോ ഈസ് കൺസിഡേർഡ് ടു ബി എ ഗ്ലോബൽ സിറ്റി. ഇനി എക്സാമ്പിൾ ഓഫ് ചിക്കാഗോ സിറ്റി സ്കൂൾ സിസ്റ്റം ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് റിവീൽസ് നോട്ട് ഓൺലി ക്ലാസ് ബയസ്. അപ്പം ക്ലാസിന്റെ പക്ഷപാതങ്ങൾ മാത്രമല്ല ഈ സ്കൂളുകൾ, ഈ ചിക്കാഗോ സിറ്റി സ്കൂൾ സിസ്റ്റത്തിൽ കൂടി വെളിച്ചത്ത് വരുന്നത്. കൂടാതെ ബട്ട് ഓൾസോ ഓഫ് എത്നിക് ഡിഫറൻസ് ഇൻ ആക്സസ് ടു ഗുഡ് എഡ്യൂക്കേഷൻ. എത്നിക് ഡിഫറൻസസും നല്ല എഡ്യൂക്കേഷൻ്റെ ആക്സസ് ആണെന്ന്, എങ്ങോട്ട് എത്നിസിറ്റി അനുസരിച്ചും എഡ്യൂക്കേഷൻ കിട്ടുന്നത് അങ്ങോട്ട് കൂടുതലും കുറവും ഒക്കെ കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ ഓഫ് ചിക്കാഗോ സിറ്റി സ്കൂൾ സിസ്റ്റം ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് റിവീൽസ് നോട്ട് ഓൺലി ക്ലാസ് ബൈസ് ബട്ട് ഓൾസോ ഓഫ് ഡിഫറൻസ് ഓഫ് എത്നിക് ഡിഫറൻസസ് ഇൻ ആക്സസ് ടു ഗുഡ് എഡ്യൂക്കേഷൻ. ഇതെല്ലാം ഈ സെൻറ്റൻസസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇനി അടുത്തത് ജെൻഡർ ആൻഡ് മൈഗ്രേഷൻ. The most obvious sense of cultural politics is the politics of civil society. And particularly as Foucault himself argues of social movements. അപ്പോൾ മോസ്റ്റ് ഒബീവിയസ് സെൻസ് ഓഫ് കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈസ് ദ പൊളിറ്റിക്സ് ഓഫ് സിവിൽ സൊസൈറ്റി ആണ്. അതുപോലെ പ്രത്യേകിച്ച് ഫോക്കൾട്ട് തന്നെ വാദിക്കുന്നതനുസരിച്ച് സോഷ്യൽ മൂവ്മെൻറ്റ്സ് അതും കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഡിഫറെൻറ്റ് സോഷ്യൽ തിയറിസ്റ്റ് ഹാവ് അഗ്രീഡ് വിത്ത് ദ ഐഡിയ ദാറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഇൻ മീനിങ് interaction is an important aspect of activity relating to social movements. Social movements, സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കളക്റ്റീവ് ഐഡൻറ്റിറ്റിയും അവരുടെ ഇൻറ്ററാക്ഷൻസും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആർ ദെയർഫോർ എൻഗേജ്ഡ് ഇൻ കൾച്ചറൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കൾച്ചറൽ
പൊളിറ്റിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോണ്ടസ്റ്റിംഗ് ഡോമിനൻ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇവൻറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ പൊസിഷൻ ഇൻ റിലേഷൻ ടു അതർ ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് ആൻ ഓപ്പോസിഷണൽ കളക്റ്റീവ് ഐഡൻറ്റിറ്റി. സിറ്റിസൺഷിപ്പ് റൈറ്റ് ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആകർഷിച്ചിട്ടുള്ള വേറൊരു മേഖലയാണ് ഇത്, വിച്ച് ഡിമാൻഡ്സ് ദാറ്റ് ദം ടു സീരിയസ്ലി കൺസിഡർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് കൾച്ചറൽ പൊളിറ്റിക്സ്. കൾച്ചറൽ പൊളിറ്റിക്സിൽ വളരെ ഗൗരവതരമായിട്ട് സ്ഥാനം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ്. One of the emergent themes in the cultural politics of citizenship is the idea of differences in equality. Equalityയിൽ ഡിഫറൻസസ് കാണിക്കുന്നതാണ് ഈ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഐഡിയയിലെ കൂടി വെളിപ്പെടുത്തുന്നത്. ആൻ ഐഡിയ ദാറ്റ് ഹാസ് ഫൗണ്ട് ഇൻ ഇൻസ്പിറേഷൻ വെരി സ്ക്വയർലി ഇൻ കണ്ടംപററി സോഷ്യൽ മൂവ്മെന്റ്സ്. കണ്ടംപററി സോഷ്യൽ മൂവ്മെന്റ്സിലൊക്കെ ഈ ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും. ഗിവൻ ദാറ്റ് മൾട്ടി കൾച്ചറൽ റൈറ്റ്സ് ആർ നൗ ഇൻക്രീസിംഗ്ലി ബീങ് സീൻ ടു ബി ഫണ്ടമെന്റൽ. The rise to differences in equality such as of gender, caste, class or ethnicity are just as much as a matter of cultural politics. അപ്പോൾ കൾച്ചറൽ പൊളിറ്റിക്സിൽ വന്ന ചില സംഗതികളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ജെൻഡർ, കാസ്റ്റ്, ക്ലാസ് ഓർ എത്തിനിസിറ്റി, അതുപോലെ അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ. In the case of migrants, the struggle remains very much the same on some level. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് മൈഗ്രൻസിന് ചില സമയത്തൊക്കെ ഈ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള സമയത്ത് വളരെ താമസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. Immigrants are almost always seen to be the bearer of an alien culture. വേറൊരു ഇമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർത്ത ആളുകൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവര് ഒരു എലൈൻ കൾച്ചർ വഹിക്കുന്ന ആളുകളായിട്ടാണ് മാറ്റപ്പെടുന്നത്. അവരുടെ സ്വന്തം കൾച്ചർ ഉണ്ടാവും, പിന്നെ ചെന്നോടത്തെ കൾച്ചറും അവരത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് അറിയാതെ തന്നെ അവരിൽ ലയിച്ചു ചേരും, അല്ലെങ്കിൽ അറിഞ്ഞു സ്വീകരിക്കപ്പെടും. ഇനി ഇമിഗ്രൻസ് ആർ ഓൾമോസ്റ്റ് ഓൾവേസ് സീൻ ടു ബി ദ ബിയറർ ഓഫ് ആൻ എലൈൻ കൾച്ചർ ഇൻ എ വൈഡ് റേഞ്ചിങ് അണ്ടർസ്റ്റാൻഡബിളി unequal field. Civil servants and politicians draw on, reflect on, manipulate popular notions of cultural and ethnic differences, national versus alien culture to develop policies and manage state institutions, and it is these notions which consequently reinforce regimented and popular notions of national as opposed to alien culture. On shifting local, national and global scales, constantly evolving ideas of culture have been prompted through emergent modes of transnationalism and the dismantling of fixed identities after the realization of new global mobilities. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പ്രദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു ദേശത്ത് നിന്ന്, അല്ലെങ്കിൽ വേറെ വലിയ നഗരങ്ങളിൽ നിന്ന് വേറെ നഗരങ്ങളിലേക്ക് ആളുകൾ മാറി പാർക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസ് നാഷണലിസം അവരിൽ ഉൾക്കൊള്ളും. ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് fixed identities after the realization of new global mobilities. These differing and unstable identities always changing. അപ്പോൾ ഈ ഡിഫറിങ് ആൻഡ് അൺസ്റ്റേബിൾ ഐഡന്റിറ്റി അവരുടെ നാട്ടിലായിരിക്കുമ്പോൾ ഒരു ഐഡന്റിറ്റി ആയിരിക്കും, അത് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ സ്വതവേ ആ സ്ഥലത്തുള്ള കൾച്ചർ അവർ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതനുസരിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ ഐഡന്റിറ്റിയിലും കുറച്ച് ചേഞ്ചസ് സംഭവിക്കാം. ഹാവ് ഓൾസോ ബീൻ സപ്ലിമെന്റഡ് സ്റ്റഡിലി ബൈ കോൺട്രാസ്റ്റിംഗ് ഫോംസ് ഓഫ് സോഷ്യൽ organization, changing varieties of capitalism, as well as increasingly tenuous financial investment based on risk associated with the darker side of globalization. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കുറേ ഡാർക്കർ സൈഡ്സ് ഉണ്ട്. ആഗോളവൽക്കരണം അത് നന്മയും ചെയ്യേണ്ട, അതോടൊപ്പം ഇതുപോലെ ചെറിയ ചെറിയ ചില ദോഷങ്ങളും ആളുകൾക്ക് വരുത്താറുണ്ട്. ദ എൻഡ് ഓഫ് ദ കോൾഡ് വാർ ആൻഡ് ദ പോസ്റ്റ് 9/11 scenario has been linked by
Mamdani to the rise of cultural talk, which assumes that every culture has a tangible essence that defines it. അപ്പോൾ ഓരോ കൾച്ചറിനും ഒരു ടാഞ്ചിബിൾ എസെൻസ് ഉണ്ട്, അതനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ ടോക്ക് വന്നത്. ആൻഡ് ഇറ്റ് ദെൻ എക്സ്പ്ലെയിൻസ് പൊളിറ്റിക്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് എസെൻസ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ആ പൊളിറ്റിക്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് എസെൻസ്, ആ എസെൻസിൻ്റെ ആ സത്തയുടെ ഒരു കോൺസിക്വൻസ്, പരിണത ഫലമാണ് പൊളിറ്റിക്സ് എന്നാണ് പറയപ്പെടുന്നത്. ചേഞ്ചിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സർക്കംസ്റ്റൻസ് ആർ നോട്ട് ജസ്റ്റ് ദ ഷേപ്പേഴ്സ്. അപ്പോൾ ചേഞ്ചിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പരിസ്ഥിതി എന്നുള്ളത് അത് നോട്ട് ജസ്റ്റ് ദ ഷേപ്പേഴ്സ്, അത് ആളുകൾക്ക്, ആ മനുഷ്യർക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു ഷേപ്പ് കൊടുക്കില്ല, ബട്ട് ഓൾസോ ദ ഡ്രൈവ്സ് ഓഫ് കൾച്ചറലിസം ആൻഡ് കൾച്ചറൽ പൊളിറ്റിക്സ്. അവരെ ആ കൾച്ചറലിസത്തിലും കൾച്ചറൽ പൊളിറ്റിക്സിൽ കൂടി നടക്കാൻ പ്രേരിതർ ആക്കുകയാണ്. സെവറൽ ഓഫ് ദീസ് കൺസേൺസ് were brought to attention by Stolek, who wrote, "The problem of immigration is constructed, however, as political threat to national identity and integrity on account of immigrants' cultural diversity, because the nation state is conceived as founded on bounded and distinct community, which mobilize a shared sense of belonging and loyalty." ഇനി സമയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചേഞ്ചിങ് റോൾ ഓഫ് വുമൺ ആൻഡ് മൈഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മൈഗ്രേഷൻ സ്ത്രീകൾ വളരെ കുറവായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നിലെ വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം വേറൊരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ അവരെ ഒറ്റക്ക് വിടുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ഗ്ലോബലൈസേഷൻ, അപ്പോൾ അതുപോലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ഒക്കെ ആയതോടുകൂടി സ്ത്രീകളുടെ മൈഗ്രേഷനും കൂടുതൽ സാധ്യമായി. അതുകൂടാതെ ഈ മൈഗ്രേഷൻ മൂലം അവരുടെ ജോലി സാധ്യതകൾ കൂടുതലായി. മറ്റത് അവർ വീട് നോക്കുക, വീട്ടുകാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ എഡ്യൂക്കേഷനൊക്കെ ആയി, പിന്നെ പുറത്തേക്ക് തന്നെ പോകാന്നുള്ള ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ അവരുടെ കപ്പാസിറ്റി വലുതായി. അവർക്ക് സ്വയം തന്നെ ഒരു ആത്മവിശ്വാസമായി. എവിടെയെങ്കിലും പോയി ജോലി ചെയ്താലും പൈസ ഉണ്ടാക്കാനും അതുപോലെ കൂടുതൽ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനും അവരും പഠിച്ച്. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ നമ്പർ ഓഫ് വുമൺ ഫാമേഴ്സ്. അപ്പം ഇത് ആദ്യകാലത്തെ കാര്യങ്ങളാണ് പറയണത്. പഴയ കാലങ്ങളിൽ ഫാമേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കും ജോലി മാറി കിട്ടുന്നുണ്ട്. പക്ഷെ അവർ വീട്ടിൽ ചെയ്തിരുന്ന അതേ കാര്യങ്ങളും, പിന്നെ അഗ്രികൾച്ചറൽ സെക്ടർ, ഫോഴ്സിങ് ഹോർഡ്സ് ഓഫ് മൈഗ്രന്റ് വുമൺ ടു വർക്ക് ഓൺ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, ക്വാറിയിങ് ആൻഡ് ഇൻ മൈനിങ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. 2000-ന് ശേഷം സ്ത്രീകളുടെ The National Sample Survey 15th round 1999-2000 showed that marriage was by far the most common reason for female migration in Orissa. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്ത്രീകളും പുറത്തുപോയി ജോലി ചെയ്യാൻ തുടങ്ങി. നേരത്തെ സ്ത്രീകൾ വീട്ടിൽ കെയർ ടേക്കർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വീട് കെയർ ടേക്കർ ഇല്ലാത്ത, കെയർ ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ട് മാറിയാണ്. കാരണം അവരുടെ സാന്നിധ്യം വീട്ടിൽ ഇല്ലാണ്ട് വന്നപ്പോൾ അവിടെ വീണ്ടും പ്രോബ്ലങ്ങൾ റൈസ് ചെയ്യണതാണ്. അപ്പോൾ ഗിവൺ ദാറ്റ് ദർ ഈസ് എ റൈസിങ് ഫെമിനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ, ദ ഫെയ്റ്റ് ഓഫ് ദ റിമൈനിങ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് communities yet another concern, with female migrants now outnumbering male migrants in several parts of the country. ഇപ്പോൾ മെയിൽ മൈഗ്രേഷനേക്കാളും കൂടുതൽ ചില സ്ഥലങ്ങളിൽ ലേഡീസാണ് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫാമിലീസ് നൗ ഫേസ് എ കെയർ ക്രൈസിസ്. അപ്പോൾ ഫാമിലീസ് ഇപ്പോൾ ഒരു കെയർ ക്രൈസിസ് വശംവൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. യൂണിറ്റ് 2, യൂണിറ്റ് 12 അല്ല, യൂണിറ്റ് 13.
അപ്പോൾ the migration to city town plays a very positive role on women in a sense that it opens up new opportunities for them. അപ്പോൾ മൈഗ്രേഷൻ മൂലം ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു പുതിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ദെയർ ചാൻസസ് ഓഫ് ഗ്രേറ്റർ ഫ്രീഡം ഫ്രം ട്രഡീഷണൽ ഒപ്രസീവ് കസ്റ്റംസ്. പരമ്പരാഗതമായിട്ട് പഴയ കാലത്തുണ്ടായ ആ ഒപ്രസീവ് കസ്റ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഒരു ഗ്രേറ്റർ ഫ്രീഡം കിട്ടി. ആൻഡ് പ്രാക്ടീസ് ഇറ്റ് അലൗസ് ദം ടു കോൺട്രിബ്യൂട്ട് ഇൻകം ടു ദ ഫാമിലി. അതുവഴി അവരുടെ ഫാമിലിയിലേക്ക് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആൻഡ് ദെയർഫോർ ഹാസ് ആൻ എംപവറിങ് എഫക്റ്റ് ഓൺ വുമൻ. അപ്പോൾ അതനുസരിച്ച് ഒരു എംപവറിങ് എഫക്റ്റ് ആണ് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ മൈഗ്രേഷൻ മൂലം കുറച്ച് ബേർഡ് അവസരങ്ങൾ വരുന്നുണ്ട്. അത് ദ നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ലേബർ മൈഗ്രേഷൻ ഇൻ ലാർജ് നമ്പേഴ്സ് ഫ്രം പോവർട്ടി സ്റ്റിക്കൻ വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് മൈഗ്രേഷൻ ഉണ്ടാകുമ്പോൾ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അവിടെ ഉടലെടുക്കുന്നത് ഇത് പോവർട്ടി സ്റ്റിക്കൺ പേഴ്സൺസ് അവിടെ ചെന്നാൽ അവിടെ ഒരു റൂറൽ പോവർട്ടി അവർ അർബൻ റൂറലിൽ നിന്ന് കൊണ്ടുപോയി ഒരു അർബൻ പോവർട്ടി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ദോഷമായിട്ടുള്ള വശമാണ്. അതുപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജീസ് need to study the issue linked with citizenship rights and their contestation, because often it is based on differences. People of different regions and cultures who migrate to a city often seek citizenship rights and wait for it sometimes.